ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നന്ദൂസിനും കൊണ്ടിട്ട് നമ്മുടെ അടുത്തൊരു അമ്പലമുണ്ട്, പുഴക്കാട്ടിരി ശിവൻ്റെ അമ്പലമാണ്. അപ്പോൾ നമ്മൾ ആ അമ്പലത്തിൽ പോയിട്ട് വരാം. അവൻ ആദ്യമായിട്ടാണ് അമ്പലത്തിൽ പോണത്. അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് വരാം. ഞങ്ങൾ ആദ്യമൊക്കെ പോയിട്ടുണ്ട്, നമ്മൾ ലീവിന് വരുന്ന സമയത്തൊക്കെ നമ്മൾ അമ്പലത്തിൽ പോയിട്ടുണ്ട്. പക്ഷെ അവൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് നമുക്ക് കണ്ടിട്ട് വരാം. അവൻ്റെ ബാഗൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചെറുതായിട്ടൊരു 100 മീറ്റർ അപ്പുറത്ത് പോവുകയാണെങ്കിൽ പോലും നമ്മൾ ആദ്യം കൈ വീശി പോയാർന്നടുത്ത് ഇപ്പോൾ കുറേ സാധനങ്ങൾ കൊണ്ടുപോകണം അല്ലേ? ഹായ്, നമ്മളെവിടേക്കും പോണേ? നമ്മളെവിടേക്കും പോണ്? നമ്മളെങ്ങനെ പോണ്? നമ്മൾ അമ്പലത്തിൽ പോവാ. ഒരാളിങ്ങനെ ഇരിക്കുന്നത്, ഒരാള് ബാഗുമ്പത്തെ പുള്ളി നോക്കിയിരിക്കുകയാണ്. ഇതാണ് നമ്മള് ഇപ്പൊ പോണ അമ്പലം. ബാക്ക് സൈഡിലുള്ള അമ്പലം. വണ്ടി ഉള്ളിൽ കയറി പാർക്ക് ചെയ്യാൻ പറ്റുമോ? പുറത്താ പാർക്ക് ചെയ്യാൻ? ഉള്ളിൽ കയറ്റാലേ? പഴയ അമ്പലമാണ് കേട്ടോ, ഒരുപാട് പഴക്കമുള്ള അമ്പലമാണ്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം വന്നപ്പോൾ വീണ്ടും വന്നു. അങ്ങനെ കേസ് ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി തൊഴുത് പുറത്ത് വലം വെച്ചുകൊണ്ടിരിക്കുകയാണ്. പഴയ ഭാഗങ്ങളെന്തൊക്കെ കുറച്ച് തേച്ചിട്ടുണ്ട് ഇപ്പോൾ എന്നുള്ളത്. നല്ല വഴുക്കലാണ്. മഴ പെയ്തില്ലമ്മ വഴുക്കിയിട്ട് നടക്കാൻ വയ്യാന്നാണ്. ഇപ്പോൾ കുറച്ച് ഭാഗമൊക്കെ പുതുക്കിയിട്ടുണ്ട് അവർ, സൈഡൊക്കെ. പിന്നെ നിലമൊക്കെ മണ്ണായിരുന്നു മുമ്പ് നിലത്ത്. ദാലിൻ്റെ തൈയൊക്കെ അവിടെ നാഗങ്ങളുടേത് വരുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നു. കിണർ സുധേമേൻ്റെ വീട്ടിലത്തായിക്കോട്ടെ. അനീഷ, ഞങ്ങൾക്ക് പിന്നെ നിലത്തേക്കാണ് കൂടുതലും നോട്ടം. നിലത്തെ ആദ്യമൊക്കെ കാലുകളുണ്ട്. അതെ, അമ്മമ്മേൻ്റെ മുടി പിടിച്ച് വലിക്കുക. അനീഷ കുപ്പിരി സാധാരണ വീട്ടിൽ നിന്ന് വീടിൻ്റെ ബാക്ക് സൈഡിൽ നിന്ന് അങ്ങനെ ഇറങ്ങിയിട്ട് ഇതിൽ കൂടെ വരലുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ മഴയായതുകൊണ്ട് വണ്ടി എടുത്ത് വന്നുകൊണ്ട് ഫ്രണ്ടിൽ കൂടെ വന്നു. കല്യാണ മണ്ഡപം അപ്പുറത്ത് അയ്യപ്പൻ്റെത്. ഇവിടെ ഒരു കുളമുണ്ട്. കുളത്തിലേക്ക് പോയേക്കാൻ കാശ് കൊല്ലങ്ങളായി വഴി വന്നിട്ട്. ആകെ പായലൊക്കെ പിടിച്ചൊരു വഴിയായിരുന്നു. നിറച്ച് ചെടിയൊക്കെ ഉണ്ട് അടിഭാഗം കാണൊക്കെ. ഇവിടെ ഫുള്ള് ഇവിടെ നിറയെ തുളസിയും തെച്ചിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ്. നമുക്ക് കുളത്ത് പോയിട്ട് വരാം. ഓ, ക്ലിയർ കട്ട് വെള്ളമാണ് ഇതൊക്കെ. അടിഭാഗം ബ്ലൂ കളർ വെള്ളം. പതുക്കെ അമ്മ ഇടയ്ക്ക് കുളത്തിൻ്റെ അടിയിൽ ചെടികളൊക്കെ എങ്ങനെയെന്നൊക്കെ ഇവിടെ തന്നെ നോക്കി കാണാം. അല്ല, അതാ അതിൻ്റെ അടിയിൽ ഇതിൽ കാണുമല്ലോ.
ലോളം വെട്ടുന്ന കുളം. അവിടെ കൂടെ എവിടെ അറിയോ ഉണ്ടോ കൂടെ വെള്ളം പോകുന്നതിൻ്റെ അടിയിൽ കിണറാണ്. ഇവിടെ നടുക്കൊരു കിണറുണ്ട്. ഞങ്ങളേ കുളത്തിൻ്റെ അവിടെ വന്നപ്പോൾ ചക്കര് കുളത്തേക്ക് ചാടണം. ഇപ്പോൾ ഓരോ സൗണ്ടൊക്കെ ഉണ്ടാക്കി തുടങ്ങിയിട്ടുണ്ട് കുളം കണ്ടിട്ട്. ഇപ്പം ചാടാറുള്ള ടൈമായിട്ടില്ല കേട്ടോ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ചാടാട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെ തൊഴിലൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ചു പോകാനുള്ള ഇതാണ്. നല്ല അമ്പലമാണ് കേട്ടോ. അതെന്തായാലും നന്നായിട്ട് ആസ്വദിച്ച് അല്ലേ, നന്നായിട്ട് ഞങ്ങൾ നന്നായിട്ട് തൊഴുത്. ഇത് കല്യാണം ഉണ്ടോ? ഇവിടെ ഉള്ളിലൊക്കെ പഴയതാ. പോവാ വലിയ ആൽമാരവർക്ക് പണ്ട്. ഇവിടെ അമ്പലത്തിൻ്റെ തന്നെ കൂട്ടുകാരുണ്ട് കേട്ടോ. വണ്ടി ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യുക, അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിൻ്റെ കാര്യത്തിൽ പ്രശ്നമില്ല. നല്ല അമ്പലമാണ്. നമ്മുടെ കൂട്ടുകാരുടെ ഉൾവശമാണ്. ഇവിടെ ഏകദേശം എത്ര പേർക്ക് ഇരിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്കറിയില്ല, പക്ഷെ എന്നാലും അത്യാവശ്യം ആൾക്കാർക്ക് ഇരിക്കാം. കേസ് നല്ല അമ്പലമാണ് കേസ്. നമ്മുടെ കേരളത്തിൻ്റെ പഴയ തനിമയിൽ തന്നെ എപ്പോഴും നിലനിന്ന് വരുന്നൊരു അമ്പലം. എല്ലാ അമ്പലം അങ്ങനെ തന്നെയാണ്. അല്ല, ഈ അമ്പലത്തിന് ഞങ്ങൾക്കൊരു സ്പെഷ്യാലിറ്റി. നമ്മുടെ തൊട്ട അമ്പലമല്ലേ വീടിൻ്റെ. ഒന്ന് പിടിക്കൂ. അപ്പം നമുക്ക് പോവാം. ഈ അമ്പലത്തില് ഒരുപാട് വിശേഷങ്ങൾ നടക്കട്ടാ. സപ്താഹം, അഖണ്ഡനാമം. ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല അഖണ്ഡനാമം, കാരണം നമ്മൾ തൃശ്ശൂർ ആയതുകൊണ്ട്. അവിടെ ആ ഏരിയയിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. തൃശ്ശൂര് അല്ല, മലപ്പുറം, പാലക്കാട് കുറച്ച് ഭാഗങ്ങളുണ്ട്. മലപ്പുറത്താണ് കൂടുതലും. അഖണ്ഡനാമം ഗംഭീര പരിപാടിയാന്ന് പറഞ്ഞു. നല്ല രസം. രാവിലെ തന്നെ പാട്ടൊക്കെ കേട്ട് നിൽക്കണം. എന്തായാലും വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് കൂടിയിട്ടാവും. നമുക്ക് ഇവിടെ അമ്പലത്തില് രാവിലെ പാട്ടൊക്കെ പാടൊക്കെ വീട്ടിലിങ്ങനെ കേൾക്കും. നല്ല രസമാണ്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു കയറി ഗായ്സ്. ഇനി നമുക്ക് എവിടത്തെ കലാപരിപാടികൾ. നന്നൂസിന് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയത് തീരെ പറ്റിയില്ല. എന്തൊക്കെയോ പറയാനൊക്കെ ഉണ്ട്. ഇപ്പോ ടിഷ്യൂ പേപ്പറും കാര്യങ്ങളും നോക്കുന്നുണ്ട്. നന്നൂസേ, നന്നുകുട്ടാ, ഹായ് ഹായ് പറഞ്ഞേ. ഓ, കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറയാച്ചാ അതൊക്കെ. നമ്മൾ പെട്ടെന്നായിരുന്നു വീട്ടിലെത്തിയത്. അതിന് പിന്നിൽ വലിയൊരു സീക്രട്ട് ഉണ്ട്. തന്നെ വലിയൊരു സീക്രട്ട് ഉണ്ട്. ഞങ്ങൾക്ക് മാത്രമല്ല സീക്രട്ട്. വേണ്ടപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിരിക്കണേ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഞങ്ങൾ കുറേ അമ്പലത്തിലൊക്കെ പോകുന്നൊക്കെ ചേർക്കാനേ, അതാണ് ഞങ്ങൾ അതിന് സമ്മതിച്ചില്ല. റിട്ടേൺ വീട്ടിലേക്ക് തന്നെ വന്നു. എന്നിട്ട് പിന്നെ നേരെ മേരി ഞങ്ങളൊന്ന് ഉറങ്ങിയത് കഴിഞ്ഞിട്ട് പാലൊക്കെ കൊടുത്തിട്ട് ഷോയിൽ വേറൊരു ദിവസം പോകാമെന്ന്. അപ്പം നമ്മൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അമ്പലം വ്ലോഗ്. എങ്ങനെയുണ്ട് ഇന്ന് അമ്പലത്തിൽ പോയിട്ടുള്ള എക്സ്പീരിയൻസ്? സൂപ്പർ. അത് അച്ഛ ഡബ്ബീണതാണ്. എങ്ങനെയുണ്ടായിരുന്നു ധനുഷ? ഞങ്ങളിവിടെയുള്ള പൂവൊക്കെ നോക്കി നിൽക്കുകയാണ്. ഞങ്ങൾക്ക് അതൊക്കെ പറിച്ചെടുക്കണം. യെസ്. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെക്കും ബൈ ബൈ. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ പറഞ്ഞേ. ബൈ ബൈ.